ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പൊ മക്കളെ, നമ്മൾ +2 ചാപ്റ്റേഴ്സിലേക്ക് ഇനി പോവാണ് അല്ലെ. നമ്മുടെ +2 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ +1 ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മുടെ +2 സെഗ്മെന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ +1 എന്താണോ പഠിച്ചത് അതിന്റെ ഒരു ചെറിയൊരു ഒരു ഹയർ ലെവൽ തന്നെ ആയിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാൻ കിങ്ഡം എന്ന് പഠിച്ചു നമ്മൾ +1 അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ആൻജിയോസ്പേമിനെ കുറിച്ച് അവസാനിപ്പിച്ചു അല്ലെ. ഇനി ആൻജിയോസ്പേമിലുള്ള റീപ്രൊഡക്ഷൻ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇനി പഠിക്കാൻ, അത് നമ്മൾ +2 എത്തി നമ്മൾ പഠിക്കാൻ പോവാണ്. സോ മക്കളെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗുമാണ്. സോ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, പോയിന്റ്സ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരുന്നോ. അത്രയും നല്ല കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി അല്ലേ മക്കളെ? സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ മക്കളെ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ആരാണ് മെയിൻലി നമ്മൾ പറയുക? ആരാണ് മക്കളെ? ആൻജിയോസ്പേംസ് അല്ലെ. ആൻജിയോസ്പേംസ് ആണ് എന്ത്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വി നോ ദാറ്റ് അങ്ങനെ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ 2 റീപ്രൊഡക്റ്റീവ് പാർട്സ് ഉണ്ടാവില്ല, ഓർഗൻസ് എന്ന് നമുക്ക് പറയാം അല്ലെ മക്കളെ. ആരൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട്? വി ഹാവ് ആൻഡ്രീഷ്യം ആസ് വെൽ ആസ് ഗൈനീഷ്യം അല്ലെ മക്കളെ. എന്തുണ്ടാവും? ആൻഡ്രീഷ്യവും അതേപോലെ തന്നെ ഗൈനീഷ്യവും ഉണ്ടാവും. റെഡി? അപ്പോൾ നമുക്ക് ആൻഡ്രീഷ്യം ഗൈനീഷ്യം എന്ന് പറയുന്നതിനുപരി നമുക്ക് എന്താ പറയേണ്ടത്? ആൻഡ്രീഷ്യത്തിന്റെ കേസിലാണെങ്കിൽ സ്റ്റേമൻസ് ഉണ്ടാവുന്നുണ്ട്. റെഡി? ആൻഡ് ഇവിടെ ഗൈനീഷ്യം ഉണ്ട്. സോ നമുക്ക് ഇതിന്റെ പാർട്സിനെ കുറിച്ച് പിന്നീട് എങ്ങനെയാണ് ഓരോരോ പ്രോസസ്സ് വഴി എങ്ങനെയാണ് പുതിയ ഓർഗാനിസം ആവുന്നത്, പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നത്, എങ്ങനെയാണ് അതിന്റെ റീപ്രൊഡക്ഷൻ മെക്കാനിസം നടക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കളെ, നിങ്ങൾ റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി. സോ ബിഫോർ ദാറ്റ്, ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? നമുക്കറിയാം, ഒരു മോഡിഫൈഡ് ഷൂട്ട് റീപ്രൊഡക്റ്റീവ് അല്ലെ. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ആൻജിയോസ്പേം, റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ ആൻജിയോസ്പേമിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് എന്ത് മക്കളെ? ഫ്ലവർ. റെഡി? ഫ്ലവർ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഫ്ലവർ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? റീപ്രൊഡക്റ്റീവ് പാർട്ട് തന്നെയാണ്, നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. ആരുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട്? പ്ലാന്റിന്റെ. അപ്പോൾ ഇതിന്റെ അകത്ത്, ഈ ഫ്ലവറിന്റെ അകത്ത് ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടാവും. അപ്പോ അതെങ്ങനെയാണ് അതിന്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാം. ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ കാണാം, ഒരു ഫ്ലവറിന്റെ LS നമുക്കിവിടെ കാണാം. ഫ്ലവറിങ്ങനെ LS, അതായത് ഒരു ഫ്ലവർ എടുത്തു, അതിങ്ങനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ LS ആയിട്ട് മാറ്റി. ഇതാണ്ടോ, ഈ രീതിയിൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ LS ആയിട്ട് മാറ്റി. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ ആരൊക്കെയാണ് മക്കളെ? മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ആന്തർ ഉണ്ട്, അതേപോലെ തന്നെ ഫിലമെന്റും ഉണ്ട്. സോ നമ്മുടെ എന്താണ് ഇവിടെ ഉള്ളത്? നമ്മുടെ സ്റ്റേമൻ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റൈൽ, സ്റ്റിഗ്മ ഒക്കെ ഉണ്ട്, ഓവറി ഒക്കെ ഉണ്ട്. സോ നമ്മുടെ പിസ്റ്റലും ഉണ്ട്. റെഡി? പിസ്റ്റലും ഉണ്ട്. ക്ലിയർ? പിന്നെ നമ്മുടെ ഓവറി, ഓവ്യൂള്, സെപ്പലുണ്ട്, പെറ്റലുണ്ട്. അപ്പൊ എല്ലാവരും അടങ്ങിയിരിക്കുന്ന സ്ട്രക്ചർ ആയിട്ട് നമുക്കിവിടെ ഉണ്ട്. സോ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ +1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ക്ലിയർ അല്ലേ മക്കളെ? സോ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത്, നമുക്ക് ആദ്യം നമ്മുടെ മെയിലിന്റെ കേസിൽ പോകാം. സ്റ്റേമെൻസിനെ കുറിച്ച് നമുക്ക് തുടക്കം വെക്കാം. റെഡി? അപ്പൊ അതിന് മുന്നേ എങ്ങനെയാണ് ഇതിന്റെ ജനറേഷൻ വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് ശ്രദ്ധിക്കണം. റെഡി അല്ലേ മക്കളെ? നിങ്ങൾ സെറ്റ് അല്ലേ? എന്നാ ശ്രദ്ധിച്ചോ. നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സും സ്ട്രക്ചേഴ്സ് നോക്കാം. ഫെർട്ടിലൈസേഷന് മുന്നേ നടക്കുന്ന കുറച്ച് ഇവന്റ്സും കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, കാരണം നമുക്ക് ചോദ്യം വരാം. വാട്ട് ആർ ദ മേജർ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, ഇങ്ങനെ വന്നിട്ട് ചോദ്യം ഉണ്ടാവും. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. റെഡി? ഇനി ശ്രദ്ധിക്കുക. ഫ്ലോറിക്കൾച്ചർ. എന്താണ് ഫ്ലോറിക്കൾച്ചർ? നിങ്ങൾക്ക് ടേം തന്നെ ഫ്ലോറിക്കൾച്ചർ. എന്താണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുമ്പോൾ? കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഫ്ലോറിക്കൾച്ചർ നമ്മൾ പറയുന്നത്. റെഡി? കൾട്ടിവേഷൻ ഓഫ് എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മളെ ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നു. റെഡി? നോക്ക്. സെവറൽ, ശ്രദ്ധിച്ചവരാണ് ശ്രദ്ധിക്കേണ്ടത്. സെവറൽ എന്താണ്? ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആർ ഇനീഷ്യേറ്റഡ് വിച്ച് ലീഡ് ടു എന്താണ്? ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫ്ലോറൽ പ്രൈമോഡിയം. പ്രൈമോഡിയം എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഫ്ലോറൽ പ്രൈമോഡിയം എന്ന് പറയുമ്പോൾ പല ഹോർമോണൽ ചേഞ്ചസും പല ഡിഫറൻസിയേഷനും കൊണ്ട് ഒരു പുതിയൊരു പ്രൈമോഡിയം ഫോം ചെയ്യുന്നത്. ഫ്ലോറൽ പ്രൈമോഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ടൈപ്പ് ഓഫ് എൻ ഓർഗൻ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പോലെ, ഒരു കുറെ കോമ്പസിഷൻ, കുറെ ഡിഫറൻസിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈമോഡിയം എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് എന്ന്. ഓക്കെ, അതാണ് നമ്മുടെ
പ്രൈമോർഡിയം. അപ്പൊ പ്രൈമോർഡിയം പോലത്തെ ഒരു കണ്ടീഷനിലേക്കാണ് അത് എത്തിപ്പെടുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സോ അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. റെഡി? സോ നമുക്ക് എന്താ പറയുക സെവറൽ ഹോർമോണൽ അതേപോലെ തന്നെ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് വിച്ച് ലീഡ് ടു എന്താണ് ഡിഫറൻസിയേഷൻ. അത് എന്തിന് കാരണമാകുന്നു? ഡിഫറൻസിയേഷൻ, അതായത് മിയോസിസ് നടക്കുന്നു ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഫ്ലോറൽ പ്രൈമോർഡിയം. ക്ലിയർ? ഇങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത്. മക്കളെ ശ്രദ്ധിച്ചോ, ഇത് ഇങ്ങനെയാണ് തുടക്കം. ചെറിയൊരു എന്താ പറയാ ഫ്ലവറിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ ബഡ് സ്റ്റേജ് എന്നൊക്കെ പറയില്ല, അതിന്റെ ഒക്കെ താഴെയായിട്ടുള്ള സ്റ്റേജ് ആണ് പ്രൈമോർഡിയം ഫോർമേഷൻ. റെഡി? ഇനി നോക്ക് പ്രൈമോർഡിയം ഓർഗൻ ഓർഗൻ അറ്റ് ഇറ്റ്സ് ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അതെ, ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ പറയുക എന്താണ് പ്രൈമോർഡിയത്തിന്റെ കേസിൽ എന്താ നമ്മൾ പറയാ മക്കളെ? ഏർലിയസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുന്ന ഓർഗൻ അല്ലെ ഡെവലപ്മെന്റ്, ഫൗണ്ടേഷൻ ഓഫ് സബ്സിക്വന്റ് ഡെവലപ്മെന്റ്. റെഡി? ക്ലിയർലി? അതിന്റെ സ്ട്രക്ചർ കാണാം. ഫസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറേ ഫോർമേഷൻസ് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടോ നിങ്ങൾ? അതാണ് പ്രൈമോർഡിയം. ഇത് നിങ്ങൾ ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് കൺവീനിയൻസ് നോളജ് നിങ്ങൾ അത് അറിഞ്ഞു വെക്കണം കേട്ടോ. ഇങ്ങനെ പൂവിന്റെ ചിഹ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, റെഡി അല്ലേ മക്കളെ? ഇനി ഇൻഫ്ലോറസൻസ് ആർ ഫോംഡ് വിച്ച് ബിയർ ദ ഫ്ലോറൽ ബഡ്സ് ആൻഡ് ദെൻ ഫ്ലവേഴ്സ്. അപ്പൊ നമ്മൾ ഇൻഫ്ലോറസൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അറേഞ്ച്മെന്റ്, എങ്ങനെയാണ് അറേഞ്ച്മെന്റ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈമോർഡിയത്തിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കണം. റെഡി? ഇത്ര കേസുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക മക്കളെ. സോ പ്രൈമോർഡിയം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഓർഗൻ ഇൻ ഇറ്റ്സ് ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് കാണുന്ന ഒരു ഓർഗൻ ആണ് പ്രൈമോർഡിയം. റെഡി? ഇനി നമുക്ക് ഇൻ ഫ്ലവർ ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ആരൊക്കെയാണ് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആൾക്കാർ തന്നെയല്ലേ. മെയിൽ ആരാണ് മക്കളെ? ആൻഡ്രീഷ്യം ആണ് ആൻഡ്രീഷ്യം. റെഡി? നമ്മൾ ഷോർട്ടാക്കി എങ്ങനെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ ആൻഡ്രോയിഷ്യം എന്നാണ് പറയാം. ആൻഡ്രോയിഷ്യം ഉണ്ടാവും. ആൻഡ്രീഷ്യം. റെഡി? ഇനിയോ നമുക്ക് ഗൈനോയിഷ്യം ഉണ്ട്, ഗൈനീഷ്യം. അതായത് ഫീമെയിലിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക? ഗൈനീഷ്യം. അതെങ്ങനെ എഴുതുക? ഗൈനോയിഷ്യം. ആൻഡ് എന്താ പറയാ ഡിഫറൻഷിയേറ്റഡ് ഇൻ ഡെവലപ്പ്. ഇത് ഡിഫറൻഷിയേറ്റഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അതിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് മൈക്രോസ്പോർസും മെഗാസ്പോർസുമായിട്ട് നമുക്ക് പറയാം. ഇവിടെ എന്താണ് മക്കളെ? മൈക്രോസ്പോർസ് ഉണ്ടാവും മൈക്രോസ്പോറോജെനിസിസ് വഴി. ഇവിടെയോ മെഗാസ്പോർസ് ഉണ്ടാവും മെഗാസ്പോറോജെനിസിസ് വഴി. റെഡി? അപ്പൊ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, ഇത് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്തല്ലോ, കറക്റ്റ് അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഉള്ള ആരാണ് മക്കളെ? നമ്മുടെ ആൻഡ്രീഷ്യത്തെ കുറിച്ച് പഠിക്കണം. റെഡി? നമുക്ക് ആൻഡ്രീഷ്യം മെയിൽ പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സ്റ്റേമൻ, അതായത് നമ്മുടെ ആൻഡ്രീഷ്യത്തിന്റെ സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് എന്താണ്? നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുമ്പോൾ സ്റ്റേമൻ ആണ് നമ്മൾ കൂടുതലായിട്ട് ഒരു ടെർമിനോളജിക്കലി നമ്മൾ പറയുന്നത്. സ്റ്റേമൻ എന്താണ് മക്കളെ? സ്റ്റേമൻ നമുക്കറിയാം. സ്റ്റേമൻ ഇങ്ങനെ അതിന് സ്റ്റേമൻ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലമെന്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫിലമെന്റ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ എന്താണ്? രണ്ട് ലോബ് ഡൈത്തീക്കസ് ആയിട്ടുള്ള ലോബഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ്? ആന്തർ ആണ് അത്. ആന്തറും ഫിലമെന്റും ഉണ്ടാവും. നമുക്ക് നോക്കാം. സ്റ്റേമെന്റ്സ് എന്ന് പറയുമ്പോൾ മെയിലിന്റെ സെക്ഷൻ ആണ് നമ്മൾ എത്തിയത്. ഫസ്റ്റ് നമ്മൾ മെയിലിന്റെ പാർട്ടിലേക്കാണ് പോകുന്നത്. സോ മെയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? മൈക്രോസ്പോറോജെനിസിസ് അല്ലേ ഉണ്ടാവുക? മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നല്ലേ മക്കളെ? അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. റെഡിയല്ലേ? നോക്കാം. എ ടിപ്പിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ടിപ്പിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ലോങ് ആയിരിക്കും. സാർ ഇപ്പൊ വരച്ചല്ലോ, ലോങ് ആണ് അല്ലേ മക്കളെ? സോ ഇറ്റ് ബി ലോങ് ആണ്. സ്ലെൻഡർ സ്റ്റോക്ക് ആണ്. ലോങ് സ്ലെൻഡർ സ്റ്റോക്ക് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഫിലമെന്റ്. അതിനാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? ഫിലമെന്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാണ്? ആന്തർ ആൻഡ് ഫിലമെന്റ്. ആന്തറും ഫിലമെന്റുമാണ് ആര് കൺസിസ്റ്റ് ചെയ്യുന്നത് മക്കളെ? നമ്മുടെ സ്റ്റേമെന്റ്സ്. ക്ലിയർ അല്ലേ? ആൻസർ ചോദിച്ചോ. ദ ടെർമിനൽ ബൈലോബ്ഡ് സ്ട്രക്ചർ. കണ്ടോ? ഈ ടെർമിനൽ ഉണ്ടാവുന്ന ബൈലോബ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ, ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. റെഡി? ടെർമിനൽ ആയിട്ടുള്ള ബൈലോബ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട് മക്കളെ? ആന്തർ എന്ന് പറയുന്നുണ്ട്. റെഡി? അപ്പൊ ഇത് ആന്തർ ആണ്. അതേപോലെ ഇത് എന്താവും?
ഫിലമെന്റും ആയിരിക്കും. റെഡി. ആന്തറും ഫിലമെന്റും ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? റെഡി. സോ ടെർമിനൽ ബൈലോബ്ഡ് സ്ട്രക്ചർ that is known as what? Anther. So monothecous ഇതെന്താണ്? ഡൈതീക്കസ് ആയിരിക്കും. ആന്തറിന്റെ കേസിൽ ഇത് ഡൈതീക്കസ് ആയിരിക്കാം. ഡൈതീക്കസ് ആയിരിക്കാം. മോണോതീക്കസ് ആയിട്ടുള്ളത് ആരൊക്കെയാണ് മക്കളെ? ഹിബൈസ്കസും അതേപോലെ ഡൈതീക്കസിൽ നമുക്ക് ബ്രിഞ്ചലും പറയാം. സോ രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡൈതീക്കസും അതേപോലെ തന്നെ എന്താണ് മക്കളെ? മോണോതീക്കസും ഉണ്ട് കേട്ടോ. റെഡി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സോ കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? സെറ്റ്. ഇനി നോക്ക്, ദ പ്രോക്സിമൽ end of the filament is attached to the thalamus or petal of the flower. പിന്നെ petal of the flower നെ attached. The number and length of stamens varies. Number and length of എന്താണ്? സ്റ്റേമെൻസ് വാരി ചെയ്യും. നമുക്ക് പിക്ചറിലൊക്കെ വെച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റെഡി അല്ലേ മക്കളെ? നിങ്ങളെ സെറ്റ് അല്ലേ? റെഡി അല്ലേ? റെഡി. നോക്കാം. നമുക്കൊരു ആന്തറിന്റെ സ്ട്രക്ചർ ആണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. സോ നമുക്കറിയാം ഇത് എന്താണ്? ഫിലമെന്റ് ആണ്, ഫിലമെന്റിന്റെ സ്റ്റോക്ക് ആണ്. പിന്നെയോ നമുക്ക് ഇതാണ് നമ്മുടെ ആന്തർ എന്നുള്ള ആള്. റെഡി. അതിൽ പോളൻ സാക്ക് ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇതാണ് മെയിൻ ആയിട്ട് ആന്തറിന്റെ നമുക്ക് എന്താ പറയുക ഫിസിക്കലി നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചർ. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ആന്തറും അതേപോലെ തന്നെ ഫിലമെന്റ് ഉണ്ടാവും. സ്റ്റേമെന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞത്, ആന്തറിന്റെ അല്ല, സ്റ്റേമെന്റെ സ്ട്രക്ചർ. റെഡി. അപ്പൊ ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉറച്ചു വെക്കുക. റെഡി. ഇനി ശ്രദ്ധിച്ചോ, ഡൈതീക്കസിലെ ആന്തർ ഈസ് ബൈലോബ്ഡ്. ആന്തർ എന്താണ്? ഡൈതീക്കസ് കേസിൽ ബൈലോബ്ഡ് ആണ്. ഹാവിങ് 2 തീക്ക, 2 തീക്ക ഉണ്ട്. നമുക്കറിയാം 2 തീക്ക പോലെ ഇങ്ങനെ ഉണ്ടാവും. 2 തീക്കാസ് ഉണ്ടാവും. മറ്റേതിൽ ഒറ്റ സിംഗിൾ തീക്ക ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതിലെങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവും. റെഡി. ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് റൺസ് ലെങ്ത് വൈസ് സെപ്പറേറ്റിംഗ് തീക്ക. ഇവിടെ നടുക്കായിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് ഉണ്ടാവും. ഈ 2 തീക്കിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത്രേ പറയാനുള്ളൂ. ക്ലിയർ? ഇതാണ് നമ്മുടെ ഡൈതീക്കസ് കണ്ടീഷൻ. ഇനി ശ്രദ്ധിച്ചോ, നോക്ക് മക്കളെ, ഒരു എന്താ പറയാ, ഒരു ആന്തറിന്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ആന്തർ ആണ് നമ്മളിങ്ങനെ വരച്ചേക്കുന്നത്. ഒരു ആന്തർ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫിലമെന്റ് അവിടെ ഒക്കെ. ഈ ആന്തർ നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ 4 ഷെയ്ഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതിന്റെ അകത്ത് എന്താ ഉണ്ടാവുക മക്കളെ? പോളനാണ്. പോളൻ അല്ലേ നമ്മുടെ മെയിനായിട്ട് മൈക്രോസ്പോറജൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന ആള്. സ്പോർ എന്ന് നമ്മൾ പറയുന്നത് ഇവിടെ പോളൻ ആയിട്ടല്ലേ? പോളൻ അല്ലേ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ എന്താ പറയാ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആള് അല്ലെ? പോളിനേഷൻ നടക്കുന്ന ആരാണ് കാരണക്കാരൻ? പോളൻ ഗ്രെയിൻസ് അല്ലേ മക്കളെ? ഒരു യെല്ലോ പൊടി പോലുള്ള സാധനം അല്ലേ പോളൻ ഗ്രെയിൻസ്? റെഡി അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോ, പോളൻ ഉണ്ടാവും. ഇതാണ് മൈക്രോസ്പൊറാഞ്ചിയം. നമ്മൾ പറയുന്ന പേര് എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയം. റെഡി. സ്പോർസ് ഉള്ളതിന് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നു. റെഡി. സ്പോറായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ആരാണ് മക്കളെ? ആരായിട്ടാണ് മാറുന്നത്? അത് പോളൻ ആയിട്ടാണ് മാറുന്നത്. അത് മൈൻഡിൽ വെക്കുക. റെഡി. ശ്രദ്ധിച്ചോ, ഒരു ആന്തറിനും അതിന്റെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയാ കാണുന്നത്? ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബൈലോബ്ഡ് ആയിരിക്കും. ഇത് സിംഗിൾ ലോബ്ഡ് ആവാം, മോണോതിക്കസ് ആവാം, ഡൈതീക്കസ് ആവാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കണ്ടിങ്ങനെ ഡോട്ട് 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 ആയിട്ട് ഇത് എന്താണ്? പോളൻ ഗ്രെയിൻസ് ആണ്. റെഡി. ഇനി അതിന് ഒരു സാക്ക് പോലെ ഉണ്ടാവും നമുക്ക് ഉള്ളിലായിട്ട്. അതിന് നമ്മൾ പോളൻ സാക്സ് എന്ന് പറയും. ഈ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്ന പേര് ആന്തർ ആണ്. ഇത് എന്താ പറയുക, ഇലോങ്ങേറ്റ് ആയിട്ടുള്ള ഈ സ്ലാൻഡർ സ്ട്രക്ചർ നമ്മൾ എന്ത് ഫിലമെന്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മൈൻഡിലൊക്കെ ഇപ്പൊ ഒരു സ്ട്രക്ചർ കിട്ടിയല്ലോ. അതിന്റെ അകത്ത് എന്താണുള്ളത്? ആന്തറിന്റെ അകത്ത് എന്താണുള്ളത് മക്കളെ? പോളൻ സാക്കിന്റെ അകത്ത് എന്താണുള്ളത്? പോളൻ ഗ്രെയിൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി. ഇനി നോക്കിക്കോ, ഫിലമെന്റ് അത് നമ്മൾ അതിന്റെ TS കടക്കാൻ പോകണം. നമ്മൾ ഇങ്ങനെ ക്രോസ് സെക്ഷനിൽ നമുക്ക് വരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് NCERT ബേസ്ഡ് ടെക്നിക്ക് കാണിച്ചു തരാം. അതിന് ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സാർ പറഞ്ഞുതരാം. റെഡി. നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തു. പോയിന്റ് അറ്റ് വിച്ച് ആന്തർ സ്പ്ലിറ്റ്സ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് കണ്ടു. ഓക്കെ, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ എന്താ മക്കളെ? നടുക്ക് നമുക്ക് ഫിലമെന്റ് കാണാൻ പറ്റും. ഇങ്ങനെ ഫിലമെന്റ് ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഇവിടെ ഫിലമെന്റ് ഉണ്ട്. മുകളിലത്തെ റീജിയൻ ഇങ്ങനെ കട്ട് ചെയ്ത്, ഓക്കെ, ആ റീജിയനിൽ കട്ട് ചെയ്തു. റെഡി. ഇവിടെ നമുക്ക് പോളൻ സാക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പോളൻ സാക്ക് ഉണ്ടാവും. അതിൻ്റെ അകത്ത് പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അതിന്റെ പുറത്തായിട്ട് നമുക്ക് ഇതാ ഔട്ടർ പാർട്ട് നമ്മൾ എപ്പിഡെർമിസ്, ഫൈബ്രസ് ലെയർ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു പാർട്ടിനാണ് ഇവിടെ കണ്ടോ, ഇതിന്റെ ഉള്ളിലായിട്ടുള്ള ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ഫോർ ഭയങ്കരമായിട്ട് നറിഷ്മെന്റ് തരാനുള്ള ഒരു പാർട്ടാണ്. എന്താണ്? ടപ്പീറ്റം എന്നാണ് പേര്. പേരെന്താണ്? ടപ്പീറ്റം. അതെന്താണ്? പ്രൊവൈഡ് നറിഷ്മെന്റ് ആണ്. റെഡി.
ക്ലിയർ. പിന്നെ നമ്മുടെ പോളനും അതിന്റെ അകത്ത് ഉണ്ട്. ഇനി ഈ പോളൻ ഇനി എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് എങ്ങനെയായിട്ടാണ് മാറുന്നത്, എങ്ങനെയാണ് അവിടെ പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത് എന്ന് നമുക്ക് അറിയണം. ഫസ്റ്റ് സിംഗിൾ ആയിട്ടുള്ള ഒരു മദർ സെൽ ഉണ്ടാവും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള 2n കണ്ടീഷണൽ മദർ സെൽ ഉണ്ടാവും. അത് എന്ത് നടക്കും മക്കളെ? മിയോസിസ് നടക്കുമ്പോൾ എന്താണ്? ടെട്രാഡ് ആയിട്ട് മാറും, ടെട്രാഡ് കണ്ടീഷൻ ആയിട്ട് മാറും. അത് പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നായിട്ട് അത് പിന്നീട് എന്തായിട്ട് മാറും മക്കളെ? പോളൻ ഗ്രെയിൻസ്. അപ്പൊ എവിടുന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ്? ഒരു പോളൻ മദർ സെല്ലിന്ന്, പോളൻ മദർ സെല്ലിന്ന്, പോളൻ മദർ സെല്ലെന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. റെഡി, ക്ലിയർ അല്ലേ? സ്ട്രക്ചർ നോക്ക് മക്കളെ, സ്ട്രക്ചർ നോക്ക്. ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ, ഇത് വരച്ച് പഠിക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കും. ഓക്കെ, വരച്ച് പഠിക്കണം. എങ്ങനെയാണ് നമുക്ക് കണ്ടോ, ഇങ്ങനെ രണ്ട് ബൈലോബഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഒരു ഫോർമേഷനാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. റെഡി, റെഡി, ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? നോക്ക്, ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതിന്റെ അകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. 1, 2. ഓക്കെ അല്ലേ? ഇത് എന്താണ്? സ്പോറോജിനസ് ടിഷ്യൂസ് ഉണ്ട് അവിടെ. ഓക്കെ, റെഡി. സ്പോറോജിനസ് ടിഷ്യൂസ് നമ്മൾ കണ്ടു. റെഡി, അത് 4 സൈഡിലും ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് കാണാൻ പറ്റും, ഒരു കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ കണ്ടോ നിങ്ങൾ കുറെ വര നിങ്ങൾ സൈഡിൽ കണ്ടോ? ഇത് നമ്മൾ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഓരോരോ പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഫസ്റ്റത്തെ പാർട്ട്? എപ്പിഡെർമിസ് ഉണ്ടാവും, സെക്കൻഡ് പാർട്ട് എൻഡോഡെർമിസ്, തേർഡിലെ വര എന്താണ്? മിഡിൽ ലെയേഴ്സ്, പിന്നെ മൈക്രോസ്പോർ മദർ സെൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് അതിന്റെ ചുറ്റുവട്ടലായിട്ട് നമുക്ക് ടപ്പീറ്റവും കാണാൻ പറ്റുന്നുണ്ട്. റെഡി അല്ലേ മക്കളെ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനി ഇതിന്റെ അകത്തായിട്ട് ഇങ്ങനെ റെഡി. അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇതാണ് നമ്മുടെ എന്ത്? ആന്തർ, ആന്തറിന്റെ സ്ട്രക്ചർ, ടിയേഴ്സ് ഓഫ് ആൻ ആന്തർ നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ കാണുന്നത് മക്കളെ? ഇത് കറക്റ്റ് പഠിച്ചോളെ. മിഡിൽ ലെയേഴ്സ് ഉണ്ട്, നമുക്ക് ഇവിടെ മിഡിൽ ലെയേഴ്സ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഈ റീജിയണിലായിട്ട് നമുക്ക് എന്തുണ്ടാവും? ടെപ്പീറ്റം ഉണ്ടാവും, നമ്മൾ ടെപ്പീറ്റം ഉണ്ടാവും, സ്പോറോജിനസ് ടിഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റിലെ കോൺസെപ്റ്റ്? ഡൗട്ട് ഒന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് ആന്തറിന്റെ ടിഎസ് എന്നുള്ള രീതിയിൽ. ക്ലിയർ? കോൺസെപ്റ്റ് ഓക്കെ, ഫൈൻ, റെഡി. ഇനി നോക്കിക്കോ, ദ ആന്തർ ഈസ് 4 സൈഡഡ്, അതായത് ടെട്രാഗണൽ സ്ട്രക്ചർ ആയിട്ടാണ്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 4 സ്ട്രക്ചർ ആയിട്ട് മാറുന്നില്ലേ? 4 മൈക്രോസ്പോറാഞ്ചിയ. എന്താണ് മക്കളെ? നമ്മൾ ഇങ്ങനെ വരച്ചല്ലോ, ഈ സ്ട്രക്ചർ നമ്മൾ വരച്ചല്ലോ, ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ വരച്ചല്ലോ മക്കളെ. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? 4 സൈഡായിട്ട്, അതായത് 4 മൈക്രോസ്പൊറാഞ്ചിയ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, 4 മൈക്രോസ്പൊറാഞ്ചിയ അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. റെഡി, 4 മൈക്രോസ്പൊറാഞ്ചിയ ആണ് അവിടെ ലൊക്കേറ്റ് ചെയ്തത്. നമ്മൾ വരയ്ക്കുമ്പോൾ ഈ സ്ട്രക്ചറായി നിങ്ങൾക്ക് വരയ്ക്കാം. റെഡി, 1, 2, 3, 4 എന്താണ് ഉണ്ടാകുന്നത് മക്കളെ? മൈക്രോസ്പൊറാഞ്ചിയ. റെഡി, മൈക്രോസ്പൊറാഞ്ചിയ ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ദ മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്സ്. ഇത് എന്താ ഡെവലപ്പ് ചെയ്യുന്നത്? ഈ മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്സ് എന്താണ്? ഡെവലപ്സ് ഇൻടു വാട്ട്? എന്തായിട്ട് ഡെവലപ്പ് ചെയ്യൂ? പോളൻ സാക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു, പോളൻ സാക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പോളൻ സാക്സ് ഉണ്ടാവും. ദേ എക്സ്റ്റെൻഡ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് പാക്ഡ് വിത്ത് പോളൻ ഗ്രെയിൻസ്. അതിന്റെ അകത്താണ് മക്കളെ ആരുണ്ടാവുന്നത്? പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അതിന്റെ അകത്ത് ആരുണ്ടാവുന്നത്? പോളൻ ഗ്രെയിൻസും ഉണ്ടാവുന്നുണ്ട്. കോൺസെപ്റ്റ് പിടി കിട്ടിയോ? സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്? റെഡി അല്ലേടാ? റെഡി.
ഇനി നോക്ക് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. എന്തൊക്കെയാണ് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ശ്രദ്ധിച്ചോ? ആ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ അകത്തുള്ള കാണപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ് മക്കളെ? എ ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയം അപ്പിയേഴ്സ് സർക്കുലർ ഔട്ട്ലൈൻ. എങ്ങനെ ഉണ്ടാവും? അത് ഒരു സർക്കുലർ ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റെഡി? അതിന്റെ അകത്ത് ഇറ്റ് ഈസ് ജനറലി സറൗണ്ടഡ് ബൈ 4 wall layers. ആരൊക്കെയാണ് മക്കളെ? എപ്പിഡെർമിസ് ഉണ്ടാവും. ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. എന്താണത്? എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ഉണ്ടാവും നമുക്കിവിടെ. എപ്പിഡെർമിസ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. റെഡി? എപ്പിഡെർമിസ് ഉണ്ടാവും നമുക്കിവിടെ. എപ്പിഡെർമൽ സെൽസ് ഉണ്ടാവും. റെഡി? എപ്പിഡെർമിസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. റെഡി? ഇനി എപ്പിഡെർമിസ് ആയിട്ട് എൻഡോതീസിയം. എപ്പിഡെർമിസ് എൻഡോതീസിയം ഉണ്ട്. പിന്നെ എൻഡോതീസിയം. പിന്നെയോ മിഡിൽ ലെയേഴ്സ് ഉണ്ട്. ഇവിടെ എൻഡോതീസിയം ഉണ്ടാവും. പിന്നീട് മിഡിൽ ലെയേഴ്സ് ഉണ്ടാവും. മിഡിൽ ലെയേഴ്സ് ഉണ്ടാവും. ആൻഡ് പിന്നീട് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരാണ്? ടപ്പീറ്റം. റെഡി? ടപ്പീറ്റം ആണ് ഉള്ളില് ഉണ്ടാവുന്നത്. ടപ്പീറ്റം നറിഷ്മെന്റ് ഒക്കെ കൊടുക്കും. The outer 3 walls perform the function of protection and help in dehiscence of and to release pollen. അപ്പോൾ ഔട്ടർ ഈ 3 സ്ട്രക്ചേഴ്സ് എന്താണ് മക്കളെ? പ്രൊട്ടക്ഷനും ഹെൽപ്പിനും എന്താണ്? ഡെഹിസൻസിനും അവ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ഡെഹിസൻസിനും കൂടെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് നോട്ട് ഡൗൺ ചെയ്യണം. ഡെഹിസൻസിനും അതേപോലെ തന്നെ പ്രൊട്ടക്ഷനും വേണ്ടി അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിലീസ് ഓഫ് പോളൻ. എന്താണ് പോളൻ റിലീസ് ചെയ്യണ്ടേ? നല്ല ഫെർട്ടിലൈസേഷൻ നടക്കും. റെഡി? നോക്കിയത് ഇന്നർമോസ്റ്റ് ലെയർ ടെപ്പീറ്റം. ഇറ്റ് നറിഷസ് ദ. സാറ് പറഞ്ഞ പോലെ എന്താണ്? ടെപ്പീറ്റത്തിന്റെ കേസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും മക്കളെ? നറിഷ്മെന്റ് ഉണ്ടാവും. അതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നറിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. സെൽ ഓഫ് ദ ടപ്പീറ്റം പോസസ് എന്താണ്? ഡെൻസ് സൈറ്റോപ്ലാസം. അവരെന്ത് പോസ് ചെയ്യുന്നുണ്ട് മക്കളെ? ഡെൻസ് ആയിട്ടുള്ള ഒരു സൈറ്റോപ്ലാസം പോസസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ജനറലി ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ്. മോർ ദാൻ 1 ന്യൂക്ലിയസും ഉണ്ട്. റെഡി? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ന്യൂക്ലിയസ് ഡിവൈഡ്സ് വിത്തൗട്ട് സൈറ്റോപ്ലാസം ഡിവിഷൻ. അതായത് പോളിപ്ലോയിഡ് വിത്തൗട്ട് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഇല്ലാണ്ട് ന്യൂക്ലിയസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഒരു ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ടെന്നുള്ള പറഞ്ഞല്ലോ. അപ്പൊ അതിൽ കൂടുതൽ ഇങ്ങനെ ആവുമ്പോൾ അതിന് നമ്മൾ പോളിപ്ലോയിഡി കണ്ടീഷൻ എന്നാണ് പറയാം. പോളിപ്ലോയിഡി കണ്ടീഷൻ. നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടോ? ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പോളിപ്ലോയിഡിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പഠിക്കണ്ട. റെഡി? ഇനിയാണ് നമ്മുടെ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. എന്താണ് മക്കളെ പ്രോസസ്സ്? മൈക്രോസ്പോറോജെനിസിസ്. എന്താണ്? നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നേരത്തെ നമ്മളെ പിക്ചറിൽ നമ്മൾ ഏകദേശം കണ്ടതാണ് അല്ലേ മക്കളെ? നേരത്തെ പിക്ചറൈസേഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. ശ്രദ്ധിച്ചോ? റെഡി? വെൻ ആന്തർ ഈസ് യങ് ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമലോഗസ് സെൽസ് ഉണ്ടാവുന്നുണ്ട്. അതിൽ എന്താണ്? സ്പോറോജിനിയസ് ടിഷ്യൂ ഓക്യുപ്പൈസ് ഇൻ മൈക്രോസ്പോറാഞ്ചിയം. ടിഷ്യൂസ് ഉണ്ടാവും. റെഡി? ഈ സെൽസ് ഓഫ് സ്പോറോജിനിയസ് ടിഷ്യൂ ഇല്ലേ, ദാറ്റ് അണ്ടർഗോ എന്താണ്? മിയോട്ടിക് ഡിവിഷൻ ടു ഫോം എന്താണ് മക്കളെ? മൈക്രോസ്പോർ ടെട്രാഡ്സ്. മൈക്രോസ്പോർ ടെട്രാഡ്സ് ആയിട്ട് അത് ഫോം ചെയ്യുന്നുണ്ട്. റെഡി? മൈക്രോസ്പോർ ടെട്രാഡ്സ് ആയിട്ട് അത് ഫോം ചെയ്യുന്നുണ്ട്. റെഡി? ഇതെങ്ങനെ സംഭവം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മദർ സെൽ ഉണ്ടാവും. റെഡി? ഈ മദർ സെല്ല് പിന്നെ മിയോസിസ് കാര്യങ്ങളൊക്കെ നടന്നിട്ട് എന്തായിട്ട് മാറും? നേരെ ടെട്രാഡ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് ഡയാഡ് ഉണ്ട്. ഡയാഡ് ആയിട്ട് മാറും. ഡയാഡ് ആയിട്ട് മാറും. പിന്നീട് ടെട്രാഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ? പിന്നെ ടെട്രാഡ് ആയിട്ട് മാറുന്നുണ്ട്. ടെട്രാഡ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് അത് നമ്മൾ എന്തായിട്ട് മാറും മക്കളെ? ഡിപ്ലോയിഡ് കണ്ടീഷൻ, ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ട് ഓരോന്ന് ഡിവൈഡ് ചെയ്തിട്ട് സിംഗിൾ ആയിട്ട് ഇങ്ങനെ മാറും. പിന്നെ ഡെവലപ്മെന്റ് ഇങ്ങനെ നടന്ന് അത് പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ പോളൻ ഗ്രെയിൻസ്. കണ്ടോ? അതിന്റെ അകത്ത് ഈ സാക്കിന്റെ അകത്ത് ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. റെഡി ആണല്ലോ മക്കളെ? ദ സെൽസ് ഓഫ് സ്പോറോജിനിയസ് ടിഷ്യൂ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ്സ്. അതായത് ഹാപ്ലോയിഡ് കണ്ടീഷൻ. ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ടുണ്ടാവും. ഇങ്ങനെ. ഓക്കെ? ഈ ഒരു കണ്ടീഷൻ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇതാണ് നമ്മളിവിടെ പറയുന്നത്. ക്ലിയർ? ഇനി നോക്ക്, ഇതാണ് ആ പ്രോസസ്സ്. ഏകദേശം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക കേട്ടോ. അതായത് നോക്ക്, പോളൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മൈക്രോസ്പോർ മദർ സെൽ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. മൈക്രോസ്പോർ മദർ സെല്ല് എന്താണ്? സെൽസ് ഓഫ് സ്പോറോജിനിയസ് ടിഷ്യൂ എന്ന് കൺസിഡർ ചെയ്യാം. റെഡി? മൈക്രോസ്പോർ മദർ സെൽ ഉണ്ട്. മിയോസിസോ അല്ലെ മൈക്രോസ്പോറോജിനിസിസ് നടന്നു. അത് ഡിവിഷൻ നടന്നു.
അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത്? ഡിവിഷൻ നടക്കുമ്പോൾ ഡയാഡായിട്ട് മാറും. എന്നിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ടെട്രാഡായിട്ട് അത് മാറുന്നുണ്ട്. ടെട്രാഡായിട്ട് അവ മാറുന്നുണ്ട്. അത് പിന്നീട് മെച്ചുറായിട്ട് ഡീഹൈഡ്രേഷൻ ഒക്കെ നടന്ന് മെച്ചുറായിട്ടുള്ള ആന്തേഴ്സും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തോട്ടെ, അതൊക്കെ റെഡി. പിന്നീട് അത് ടെട്രാഡ് സെൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരോ സെല്ലായിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട് മക്കളെ? പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നുണ്ട്. റെഡി? അപ്പം പോളൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒന്നാണ് പോളൻ, അതിന്റെ അകത്തുണ്ട് ഗ്രെയിൻസ് കേട്ടോ. സാക്കിന്റെ പുറമെ പോളൻ ഉണ്ട്, അതിന്റെ അകത്ത് കുറെ ഗ്രെയിൻസ് ആയിരുന്നു, അതാണ് പോളൻ ഗ്രെയിൻസ്. ചെറുതാണ് പോളൻ. ഓക്കെ, അത് പൊട്ടിച്ച് അതിന്റെ അകത്ത് കുറെ പൗഡർ പോലെ ഉണ്ടാവും, അതാണ് പോളൻ ഗ്രെയിൻസ് എന്ന് നമ്മൾ പറയുന്നത്. റെഡി അല്ലേ മക്കളെ? ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്, മൈക്രോസ്പോറോജെനിസിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്, അത്രയും സിമ്പിൾ ആണ്. സാർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലടാ? ഇതിന്റെ റിസൾട്ടന്റ് എന്താണ്? പോളൻ ഗ്രെയിൻ ആണ്. അതായത് മൈക്രോസ്പോറോജെനിസിന് അതിന്റെ നമ്മൾക്ക് എന്താ പറയാ, ഒരു സ്പേം എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ പോളൻ ഗ്രെയിൻസ് ആണ് നമ്മൾ പറയുന്നത്. അത്രേ ഉള്ളൂ, അത് ആലോചിച്ചാൽ മതി. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് ഇനി എന്താണ് പഠിക്കേണ്ടത്? പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ട് നോട്ട് കിട്ടണം നമുക്ക്. പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ്? ആ പോളൻ ഗ്രെയിൻസിന്റെ കളർ നിങ്ങൾ കാണുമ്പോൾ പറയാം. ജസ്റ്റ് പോളന്റെ കളർ എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തായിട്ടാ പറയാ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു കളറായിട്ട് നമ്മൾ പറയാം? യെസ്, നമ്മൾ യെല്ലോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയും അല്ലെ? യെല്ലോ 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 ആയിട്ട് ഇങ്ങനെ. അപ്പൊ യെല്ലോ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്കൊരു ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. ഇവയാണ് പോളൻ ഗ്രെയിൻസ്. നമുക്ക് പറഞ്ഞൂടെ മക്കളെ? ക്ലിയർ? നമുക്ക് പറഞ്ഞൂടെ? റെഡി? ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവരെ കുറിച്ചൊന്ന് പഠിക്കാം. നോക്കടാ, പോളൻ ഗ്രെയിനിന് ഒരു വോൾ ഉണ്ട്. പോളൻ ഗ്രെയിൻ നമ്മൾ വരയ്ക്കുമ്പോൾ അതിനൊരു വോൾ ഉണ്ട്. റെഡി? അതിന് എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ എന്ന് പറയാം. എന്താണ് ആ വോള്? പോളൻ വോളിന് നമ്മൾ എന്ത് പറയും? പോളൻ വോളിന് നമ്മൾ എന്ത് പറയും മക്കളെ? എന്തായാലൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യണം. എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ. എക്സൈൻ എന്നും ഇൻറ്റൈൻ എന്നും ഒരു പേര് കൊടുത്ത് നമ്മൾ അവരെ വിളിക്കുന്നുണ്ട്. എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ. റെഡി? എക്സൈൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഈ എക്സൈന്റെ കേസിൽ ഹാർഡ് ആണ്, ഹാർഡ്, ഓർണമെന്റൽ ആൻഡ് മേഡപ്പ് ഓഫ് എന്താണ്? സ്പോറോപോളിൻ. അതായത് റെസിസ്റ്റൻസ് ഉണ്ട് അതിന്, മെയിൻ ആയിട്ട് റെസിസ്റ്റൻസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ ലൈക്ക് ഹൈ ടെമ്പറേച്ചർ, ആസിഡ്, ആൽക്കലീസ് ഒക്കെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആളുകളാണ് എക്സൈൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താ പേര് കൊടുത്തത് മക്കളെ? എക്സൈൻ എന്നാണ് നമ്മൾ അവരെ വിളിച്ചത്. വി കോൾഡ് ആസ് എക്സൈൻ. റെഡി? നമ്മൾ എക്സൈൻ എന്ന് വിളിച്ചു. റെഡി? ഇനിയോ? അപ്പൊ എൻറ്റൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ താഴെയുള്ള ഇൻറ്റൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ താഴെയുള്ള ലെയർ ആണ്. ഇന്നർ വോൾ ഓഫ് പോളൻ ഗ്രെയിൻ ആണ് ഇൻറ്റൈൻ. എ തിൻ ആൻഡ് കണ്ടിന്യൂസ് ലെയർ മേഡപ്പ് ഓഫ് സെല്ലോസ് ആൻഡ് പെക്റ്റിൻ. ഒരു തിൻ ആയിട്ടുള്ള ലെയർ ആണ്, മേഡപ്പ് ഓഫ് എന്താണ്? പെക്റ്റിനും സെല്ലോസും കൊണ്ട് മേഡപ്പ് ചെയ്തതാണ്. റെഡി? ജേം പോർ എന്താണ് മക്കളെ? ജേം പോർ അത് സർക്കുലർ ആയിട്ടുള്ള അപ്പറേച്ചർ ഇൻ എക്സൈൻ. എക്സൈൻ ഉണ്ടാവുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള എക്സൈൻ നമുക്കറിയാം. ഇങ്ങനെ എക്സൈന്റെ ഈ സർക്കുലർ അപ്പറേച്ചറിന് കാരണമാകുന്ന എന്താണ്? നമ്മുടെ സർക്കുലർ അപ്പറേച്ചർ ഇൻ എക്സൈൻ. അതായത് സ്പോറോപോളനിൻ എന്താണ് മക്കളെ? അവിടെ ആബ്സെന്റ് ആകും. പോളൻ ട്യൂബ് എമേർജസ് ഫ്രം ജേം ട്യൂബ്. ഇവിടെ നിന്നാണ് പോളന്റെ ട്യൂബ് എമേർജ് ചെയ്യാൻ നമ്മൾ പറയും. പോളൻ ട്യൂബ് ആയിട്ട് അത് എമേർജ് ചെയ്യാന്നത് അവിടെ നിന്നാണ്. റെഡി? അതായത് നമ്മളിങ്ങനെ ആന്തറിന്റെ കേസ് വരയ്ക്കുമ്പോ അതിന്റെ അകത്ത് ഇങ്ങനെ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവില്ലേ? അതിന്റെ അകത്തായിട്ട് ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ഫോം ചെയ്യും. അതാണ് പോളൻ ട്യൂബ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റെഡി? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ജേം പോർ എന്ന ബേസിക് ആയിട്ട് ഒരു കോൺസെപ്റ്റ്. എന്താണ്? സർക്കുലർ അപ്പറേച്ചർ ഇൻ എക്സൈൻ. സ്പോറോപോളിൻ അവിടെ ആബ്സെന്റ് ആവുന്നു. പോളൻ ട്യൂബ് എമേർജസ് ഫ്രം എവിടെയാണ്? പോളൻ ട്യൂബ് എവിടെ നിന്നാണ് എമേർജസ് ചെയ്യുക? ജേം പോർ. റെഡി? ഇതാണ് അതിന്റെ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പോളൻ എങ്ങനെയാണ്? സാർ പറഞ്ഞു ഇങ്ങനെയാണ്. അത് നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ മൈക്രോസ്കോപ്പിൽ കാണാം. ഓക്കെ, ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിൽ. പിന്നീട് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ കോമ്പൗണ്ടിൽ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാ മക്കൾ ഉണ്ടാവുക? അതിന്റെ പുറമെ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിട്ട്, ഇതേ സ്ട്രക്ചറിലായിട്ടാണ് നമുക്ക് എക്സൈനൊക്കെ പോളൻ ഗ്രെയിൻ നമുക്ക് കാണാൻ പറ്റുക. റെഡി? ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിലാണ് നമുക്ക് അവരെ കാണാൻ സാധിക്കുന്നത്. റെഡി? എക്സൈൻ എന്നാണ് നമ്മൾ അതിന്റെ ഔട്ടർ പാർട്ടിൽ എക്സൈൻ എന്ന് വിളിക്കും.
പിന്നെ ജെർമിനൽ ഫറോ, ഒരു ഫറോ ഫോർമേഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ എക്സൈൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. ജേം പോർ ഉണ്ട്, എക്സൈൻ, ഇൻറ്റൈൻ ആൻഡ് എക്സൈൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. അവിടെ ഫറോ ഫോർമേഷൻ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കേണ്ട, ഫറോ ഫോർമേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. നിങ്ങളിപ്പോൾ ബോട്ടണിയൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ ക്ലിയർ ആയിട്ട് ഇതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരു ബുക്കായിട്ട് തന്നെ പഠിക്കേണ്ടത്. റെഡി. ഇനി നോക്കാം നമുക്ക് മെയിനായിട്ട് പോളൻ കിറ്റ്. ഒരു പോളൻ കിറ്റ് എന്ന രീതിയിൽ നമുക്ക് പറയാം, ഒരു ഫാറ്റി സബ്സ്ട്രേറ്റത്തിന്റെ ഉള്ളിലേക്ക് കുറെ ഇങ്ങനെ പാർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അവരെ കാവിറ്റിയിൽ. എക്സൈൻ, ഇൻറ്റൈൻ എന്നൊരു ക്ലാസിഫിക്കേഷൻ അവിടെ നമ്മൾ സ്പോറോപോളിനി എന്ന രീതിയിൽ നമ്മളത് എന്നെ ഒരു ബണ്ടിലിംഗ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കുന്നു. അത്ര കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുന്ന പല രീതിയിൽ പല സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പോളൻ ഗ്രെയിൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത്രയും കോൺസെപ്റ്റേ ഉള്ളൂ. റെഡി. ഇനി നോക്ക്, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് വായിച്ചു പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദ പോളൻ ഗ്രെയിൻസ് റെപ്രസെന്റ്സ് ദ മെയിൽ ഗാമെറ്റോഫൈറ്റ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പോളൻ ഗ്രെയിൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് ചോദ്യം നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. പോളൻ ഗ്രെയിൻസ് മെയിൽ ഗാമെറ്റോഫൈറ്റ്സ്, മെയിൽ ഗാമെറ്റോഫൈറ്റ്സിനെ ആര് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് മക്കളെ? പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് റെപ്രസെന്റ്സ് എ മെയിൽ ഗാമെറ്റോഫൈറ്റ്. റെഡി. Size, shapes, colors, designs different from different species. Different species പോളൻ ഗ്രെയിൻസ് ഡിഫറെന്റ് ആയിരിക്കും. ഓരോ സ്പീഷീസിന്റെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയാ മക്കളെ? ഡിഫറെന്റ് ആയിരിക്കും. റെഡി. സൈസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഫോസിൽസ് ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് സ്പോറോപൊളിൻ. അത് ഫോസിൽസ് ആയിട്ട് മാറാൻ പറ്റും. അവർ ഫോസിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? സ്പോറോപൊളിൻ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഫോസിൽസിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. മെയിനായിട്ട് ജേം പ്ലാസത്തിൽ ബാങ്കുകളിലൊക്കെ എന്താ പറയുക, നമ്മുടെ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്ത് റിസർവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പുതിയ പുതിയ ജനറേഷൻ്റെ സ്പീഷീസിനെ എന്താ പറയുക ഹൈബ്രിഡൈസേഷൻ പ്രോസസ്സിനൊക്കെ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഒക്കെ വേണ്ടിയിട്ട് പോളൻ സ്റ്റോറിങ് ചെയ്യുന്നുണ്ട്. റെഡി. ഇനി നോക്ക്, ക്രിപ്റ്റോ പ്രിസർവേഷൻ 196 ഡിഗ്രി സെൽഷ്യസ് യൂസ്ഡ് ഇൻ എന്താണ്? ക്രോപ്പ് ബ്രീഡിങ്. അതായത് ഹൈബ്രിഡൈസേഷൻ ഒക്കെ പോലെ, ഹൈബ്രിഡൈസേഷൻ മ്യൂട്ടേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട്. റെഡി. പോളൻ ഫുഡ് ന്യൂട്രീഷൻ വാല്യൂ പെർഫോമൻസ് ഫോർ അത്ലറ്റ്സ്. അത്ലറ്റ്സിനൊക്കെ പോളന്റെ ട്യൂബായിട്ട് പോളൻ സപ്ലിമെന്റ്സ് ഒക്കെ ആയിട്ട് അത് കഴിക്കും. അത് ബോഡിക്ക് നല്ലതാണ്. അത് അത്ലറ്റ്സിന് അവരുടെ ഇമ്മ്യൂണോളജിക്കൽ ഇതിനും പിന്നെ ഹോഴ്സ് റേസസിനൊക്കെ മെയിൻ ആയിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. റെഡി. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്കണോമിക്കലി അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട്. റെഡി. പോളൻ അലർജി ഉണ്ടാവും, അതൊരു പ്രശ്നമാണ്. പോളൻ അലർജി, ബ്രോങ്കിയൽ എഫ്ലിക്ഷൻ, ആസ്മ, ബ്രോങ്കിറ്റ്സ്, അങ്ങനത്തെ ബ്രോങ്കൈറ്റ്സ് എന്ന് പറഞ്ഞ അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. പാരാത്രീനിയം എന്ന് പറഞ്ഞ ഒരു പോളന്റെ കോസസ് ഉണ്ട്. ഓക്കെ. റെഡി. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. വയബിലിറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ്? പോളൻ ഗ്രെയിനിന്റെ വയബിലിറ്റിന്റെ ലൈഫ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മക്കളെ? അതിന്റെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കാരണമാണ്. ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും അനുസരിച്ചാണ് അതിന്റെ വാലിഡിറ്റി നമ്മൾ പറയുന്നത്. റെഡി. വയബിൾ ഫോം ഓഫ് ഫ്യൂ മീൻസ് ടു സെവറൽ മന്ത്സ് ആവാം. റൈസിന് സെവറൽ മന്ത്സ്, സോൾനൈസ് നമ്പറിൽ കുറച്ച് മന്ത്സ് ആവാം. റോസേസി ലെഗ്നോമിസിലൊക്കെ കുറച്ച് മന്ത്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. വെജിറ്റേറ്റീവ് സെൽ അല്ലെങ്കിൽ ട്യൂബ് സെൽ ശ്രദ്ധിച്ചോ, ബിഗർ ആൻഡ് ഹാസ് അബണ്ടന്റ് ഫുഡ് റിസർവ് ആൻഡ് ലാർജ് ഇറഗുലർലി എന്താണ് ന്യൂക്ലിയസ് ഉണ്ട്. വെജിറ്റേറ്റീവ് സെൽ അതായത് നമ്മുടെ ട്യൂബ് സെൽ, നമ്മുടെ ജേം പോറുന്ന ട്യൂബ് സെല്ലേ, അതിന്റെ കേസാണ് നമ്മളിവിടെ പറയുന്നത്. ജനറേറ്റീവ് സെല്ലിന്റെ കേസിലാണെങ്കിൽ എന്താണ്? ജനറേറ്റീവ് സെല്ലും ഉണ്ടാവും, അതേപോലെ തന്നെ ട്യൂബ് സെല്ലും ഉണ്ടാവും. ജനറേറ്റീവ് സെല്ലും ഉണ്ടാവും, ട്യൂബ് സെല്ലും. അതായത് അകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ് മക്കളെ. ഇന്റേണൽ ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഇന്റേണൽ ആയിട്ട് നടക്കുന്ന പ്രോസസ്. നമ്മൾ നേരത്തെ ഫൊറോ എന്നൊക്കെ പറഞ്ഞില്ല, ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞില്ല, ഡിവിഷൻ പോലെ ഇങ്ങനെ പറഞ്ഞില്ലേ, അതിന്റെ ടൈമിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. അതിൽ ട്യൂബും അതേപോലെ തന്നെ ജനറേറ്റീവ് സെൽസും ഉണ്ടാവുന്നുണ്ട്. ജനറേറ്റീവ് സെൽസ് എങ്ങനെ ഉണ്ടാവുന്നത്? സ്മോൾ സ്പിൻഡിൽ ഷേപ്ഡ് dense cytoplasm and nucleus. It floats in cytoplasm in vegetative cells. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇതിന്റെ ഗ്രാനുൾസ് ഗ്രെയിൻസ് ഇങ്ങനെ പറന്നിങ്ങനെ കിടക്കുന്ന പോലെ നമുക്ക് കാണാം. നമ്മൾ ഒരു പോളൻ കിറ്റ് നേരത്തെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ ഈ ഒരു കേസിൽ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അത്രയും കോൺസെപ്റ്റ് നമുക്ക് നോക്കണ്ട. റെഡി. റെഡി അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി. ഇനി നമുക്ക് ഇതിന്റെ പിക്ചറൈസേഷൻ സാർ കാണിച്ചു തരാം. നോക്കിക്കോ. ഇത് ഇതിന് അകത്താണ് ഒരു പോളൻ ഗ്രെയിൻ, ചെറിയൊരു പോളൻ ഗ്രെയിനിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വാക്യൂൾസ് ഉണ്ട് അതിന്, അതേപോലെ തന്നെ ന്യൂക്ലിയസും ഉണ്ട്. കണ്ടോ? വാക്യൂൾസും ന്യൂക്ലിയസുമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. റെഡി. അതേപോലെ തന്നെ അസിമെട്രിക് ആയിട്ടുള്ള സ്പിൻഡിൽ ഫോർമേഷൻ, അതിന്റെ അകത്ത് ഇത് ഡിവിഷൻ നടക്കണ്ടേ? ഓരോ ഗ്രെയിൻസ് കുറെ
അതായത് മക്കളെ ഒരു ഗ്രെയിന് അത് പിന്നീട് വേറെ ഗ്രെയിൻ ആണ് അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ, കുറെ ഗ്രെയിൻ ഇങ്ങനെ പ്രൊഡ്യൂസ്. അവിടെ എന്താ പറയാ, സ്പിൻഡിൽ ഫോർമേഷൻ വഴി നമ്മുടെ ക്രോമസോംസ് ഇങ്ങനെ സ്പിൻഡിൽ ഫോർമേഷൻ വഴി മാറില്ലേ, നമ്മുടെ പാക്കറ്റിൻ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞ ഓരോ സ്റ്റേജസ് പഠിക്കുന്നില്ലേ, നമ്മൾ പഠിച്ചില്ലേ മിയോസിസിലെ ആ സംഭവം തന്നെ. അപ്പൊ ലെപ്റ്റോഡിൻ അങ്ങനത്തെ ഓരോ സ്റ്റേജസ് നമ്മളിങ്ങനെ പഠിക്കുന്നില്ലേ മക്കളെ, അത് നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അതിന്റെ കറക്റ്റ് ഓർഡർ നിങ്ങൾ അറിയാലോ, അത് നമുക്ക് കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, സെൽ സൈക്കിൾ നമുക്ക് നോക്കാം, അതൊക്കെ സെറ്റ് ആക്കാം. സിമെട്രിക് സ്പിൻഡിൽ ആണ് അവിടെ ഉണ്ടാവുന്നത് കേട്ടോ, സ്പിൻഡിൽ ഫോർമേഷന്റെ സിമെട്രിക് സ്പിൻഡിൽ ആയിട്ട് നടന്നുണ്ട്. അവിടെ ഇതിങ്ങനെ എന്താ പറയാ, നമ്മുടെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നടന്നപ്പോ രണ്ടെണ്ണമായിട്ടാണ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞത് കേട്ടോ, എന്തൊക്കെയാണ്, വെജിറ്റേറ്റീവ് സെല്ലായിട്ടും ജനറേറ്റീവ് സെല്ലായിട്ടും മാറി. ഒരു കേസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. റെഡി, ജനറേറ്റീവും അതേപോലെ തന്നെ ഒരു ട്യൂബ് സെല്ലും അതേപോലെ തന്നെ വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ട്യൂബ് അല്ലെങ്കിൽ ജനറേറ്റീവ് സെല്ലും ഉണ്ടാകുന്നുണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? റെഡി അല്ലടാ? റെഡി. ഇതൊരു എക്സാമ്പിൾ ആയി നമ്മളെ പോളൻ, ഗുഡ്നസ് ഓഫ് പോളൻ എന്ന് പറഞ്ഞിട്ട് ഓരോരോ എന്താ പറയുക സപ്ലിമെന്റ്സ്, കുറെ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഇമ്മ്യൂണോളജിക്കും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് അവർ. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് വേറൊരാൾ, വൈ ഷുഡ് ബി ട്രൈ, ഒരു ഗ്രാനുവൽസ് പോലെ മെയിൻലി നമ്മളെ എന്താ പറയാ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കുറിച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കുന്നത്. റെഡി, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിൽ, ഈ ഒരു പാർട്ടിൽ, ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മക്കളെ. റെഡി അല്ലേ? ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, സെറ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കോ, ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വരിക. അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യണം പോയിന്റ്സ് ഒക്കെ. റെഡിയാണേ? അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷൻ നമുക്ക് ഗൈനീഷ്യത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ ഈ പാട്ട്. റെഡി, താങ്ക് യു.